ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ക്യാരറ്റ് പച്ചടി തയ്യാറാക്കാം. ഇതുപോലത്തെ ഒരു വലിയ ക്യാരറ്റും അതിൻ്റെ പകുതിയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മളിത് അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ മൂട് ഭാഗം, ഈ ഭാഗം കണ്ടിക്കുമ്പോൾ ഇതുപോലെ ഇച്ചിരി ബ്ലാക്ക് പോലെയൊക്കെ കാണുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടങ്ങ് മുറിച്ച് കളയണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ ഒരുപാട് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് പെട്ടെന്ന് അരയ്ക്കാൻ പറ്റില്ല. കാരണം തൈര് ഇത് പെട്ടെന്ന് മുകളിലേക്ക് വന്നത് തൂവിപ്പോകും. അപ്പോൾ അരയ്ക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ തൈര് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിത് വെച്ചിട്ടൊന്ന് അരയ്ക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ സെയിം ഇതിൽ തന്നെ നമ്മൾ കറിയിലേക്ക് ചേർക്കാൻ വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയിൽ തന്നെ ഒന്ന് കറക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടയായിട്ടിരിക്കുന്ന തൈരൊന്ന് ഉടഞ്ഞ് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് കൂടാതെയാണ് നമ്മൾ അരയ്ക്കാൻ എടുത്തത്. വെള്ളം ചേർത്ത് അരച്ചാൽ അത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പം ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുകൂടെ ഞാനൊന്ന് കറക്കി എടുക്കട്ടെ. നമ്മുടെ തൈരും ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ആ കട്ടയൊക്കെ മാറി നല്ല ഇതായിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടിരിക്കുന്ന തൈര് നമ്മളെപ്പോഴും ചേർക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കണം. ഇനി നമുക്ക് ക്യാരറ്റിലേക്ക് 2 ഇതേപോലത്തെ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ക്യാരറ്റും ഇത് അരിഞ്ഞ് വെച്ചതെല്ലാം കൂടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട കേട്ടോ, കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 1/2 ഗ്ലാസ് വെള്ളമോടെ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അത് 2 നുള്ള് കടുക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചടിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കടുകാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ടിത് ഈ അരപ്പ് വെന്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായെന്ന് തോന്നും, പക്ഷെ കുഴപ്പമില്ല. ഒരുപാട് ലൂസായിട്ടല്ല ഇത് വരുന്നത്. കണ്ടില്ലേ, ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കുറുകി വന്നോളും. അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം ഇത് ഒരുപാടൊന്ന് ഇട്ട് തിളക്കരുത്. ഇതൊന്ന് ചൂടായി വന്നാൽ മതി. ചെറിയൊരു തിള പോലെ വന്ന് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നോട്ടെ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കടുകും എണ്ണയൊക്കെ എല്ലായിടത്തേക്കും ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.